ശ്രീ ഗുരുഭ്യോ നമ. വൃത്തത്തിലെ ശൂന്യത 23/7/2025. ഒരു വിശ്വാസിയോ അവിശ്വാസിയോ സാധകനായി മാറുമ്പോൾ അറിയുവാനാകും തന്നിൽ ഉണ്ടായിരുന്ന ലക്ഷ്യബോധം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഒരു വിശ്വാസിയോ അവിശ്വാസിയോ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യബോധമല്ല സാധകനായി പരിണമിച്ചപ്പോഴുള്ളത്. ഇനി സാധകനായി മാറിയെങ്കിലും ഇത് സാധകന്റെ ശൈശവ ദശയാണ്. അവിടെ നിന്നും ഒരു സാധകന്റെ പക്വതയിലെത്തുമ്പോൾ ലക്ഷ്യം മാറിക്കൊണ്ടിരിക്കും. എന്നാൽ അന്നും ഇന്നും ഇനി നാളെയും അവൻ പ്രയാണത്തിലും നിത്യ സാധനയിലുമാണ്. അപ്പോൾ അവനിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ ചിന്തയുടെ പരിണാമങ്ങൾ എന്താണ്? അതിൻ്റെ കാരണം എന്തായിരിക്കും? ചിന്തിക്കുക. ബോധതലങ്ങളെക്കുറിച്ച്, ബോധമണ്ഡലങ്ങളെക്കുറിച്ച് മനസ്സിനെ നിരീക്ഷിക്കുന്ന നിരീക്ഷകനിൽ ചോദ്യമില്ല, ഉത്തരമില്ല. അവിടെ സത്ത മാത്രമേ ഉള്ളൂ. എന്നാൽ ബോധതലം, ബോധമണ്ഡലം എന്നിവ മനസ്സിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ്. അതുകാരണം മനസ്സിനെ അവയെ പഠന വിഷയം ആക്കുക തന്നെ വേണം. കാരണം പരിവർത്തനങ്ങൾ അവനിൽ സംഭവിച്ചിരിക്കുന്നു. അത് എങ്ങനെ, എപ്രകാരം എന്ന് അവൻ അറിഞ്ഞിരിക്കണം. അവൻ ആത്മവിശകലനം അവനിൽ നടത്തിയിരിക്കണം. അപ്പോൾ മാത്രമേ പരിണാമങ്ങൾക്ക് വിധേയനായിരിക്കുന്നവനാണ് ഞാൻ എന്നറിയൂ. സത്തയ്ക്ക് പരിണാമമില്ല. ബുദ്ധിയുടെ ഉയർന്ന ബോധതലമായ നിരീക്ഷകനും പരിണാമമില്ല. പക്ഷേ നിരീക്ഷകൻ നിരീക്ഷിക്കുന്ന മറ്റെല്ലാറ്റിനും പരിണാമമുണ്ട്. അത് സൂക്ഷ്മ ഭാവമായ അവനിലെ ബോധാനുഭവം, മനസ്സിൻ്റെ പരിവർത്തനങ്ങൾ എന്നിവ എടുത്താലും അവ മാറിക്കൊണ്ടിരിക്കുന്നു എന്നറിയും. മനസ്സ് മാറുന്നു, മനസ്സ് കാണുന്നവയും മാറുന്നു. സത്ത മാത്രം മാറാതിരിക്കുന്നു. അത് സാക്ഷിയായി നമുക്ക് കാട്ടിത്തരുന്നു. മനസ്സ് പലതും ആഗ്രഹിക്കുന്നു, അല്ലേ? ഉദാഹരണത്തിന് ഭൗതിക നിലനിൽപ്പിനായി ഒരു ജോലി മനസ്സ് ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. അതിനായി അവൻ അക്ഷീണം പ്രവർത്തിക്കുന്നു. ജോലി നേടിക്കഴിഞ്ഞാലോ അതേ മനസ്സ് തന്നെ ഭാവിയിൽ പറയും, എന്നും ജോലി തന്നെ, ഒരു അവധി പോലും ഇല്ലല്ലോ എന്ന്. ജോലി കിട്ടുന്നതിന് മുമ്പ് അവന് അവധി ഒരു വലിയ ആവശ്യമല്ലായിരുന്നു. ജോലിയായിരുന്നു അവന് വലുത്. പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴോ അവധിയാണ് വലുത്. എന്താണ് കാരണം? ജോലി നേടിക്കഴിഞ്ഞതു കാരണം മനസ്സ് മറ്റൊന്നിനെ വലുതാക്കി കാണിച്ച് അവൻ്റെ മുന്നിൽ വന്ന് ഭ്രമിപ്പിക്കുന്നു. അപ്പോൾ ആഗ്രഹത്തെ നമ്മൾ പഠിച്ചാൽ അറിയാനാകും ആഗ്രഹം നിലനിൽക്കുന്നത് എവിടെയാണെന്ന്. അത് സത്തയിലാണോ മനസ്സിലാണോ എന്ന് ചിന്തിച്ചാൽ ഉത്തരം കിട്ടും. മനസ്സിൽ തന്നെയാണ്. അവിടെയാണ് ബോധതലം, അബോധതലം എന്ന രണ്ട് അനുഭവ തലങ്ങൾ നാം ചിന്തിക്കേണ്ടത്. അബോധതലത്തിൽ ആഗ്രഹം നിൽക്കുന്നു, അവിടെ മനസ്സും നിൽക്കുന്നു. നിരീക്ഷകൻ അതിനെ അറിഞ്ഞാൽ അവനിൽ നിലനിൽക്കുന്ന ആഗ്രഹം അവിടെ നിലനിൽക്കുമ്പോഴും അവൻ നിസ്സംഗനായി മാറുന്നു. അപ്പോഴേ അവനിൽ ബോധതലം നിരീക്ഷകനിലൂടെ പ്രകാശിക്കൂ. ഈ തിരിച്ചറിവാണ് ഒരു സാധകനിൽ അത്ഭുതം സൃഷ്ടിക്കുന്നത്. ഇതിനെയാണ് അതീന്ദ്രിയം എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കേണ്ടത്. സാധനയിലൂടെ ശൈശവദശ കഴിഞ്ഞ സാധകന് ലക്ഷ്യം ബോധപ്രാപ്തനാവുക എന്നതായിരിക്കും. എന്നാൽ നിരീക്ഷകനെ ഉണർത്തുക എന്ന തലത്തിലേക്ക് അവൻ പരിണമിക്കുമ്പോൾ വീണ്ടും കാര്യങ്ങളെല്ലാം തകിടം മറിയുന്നു. ലക്ഷ്യം മനസ്സിൻ്റെ സങ്കല്പമാണെന്ന ബോധം അവനിൽ നിരീക്ഷകൻ പഠിപ്പിക്കുന്നു. അവൻ ലക്ഷ്യബോധത്തോടെ മുന്നേറുന്ന മനസ്സിനെ നിരീക്ഷിക്കുന്ന നിരീക്ഷകനായി അവൻ മാറുന്നു. നിരീക്ഷകനിൽ
ലക്ഷ്യബോധമില്ല. എന്നാൽ മനസ്സിന് ലക്ഷ്യബോധമുണ്ട്. എല്ലാ സാധകരും അവരവരുടെ നിത്യസാധന അനുഷ്ഠിക്കുന്നത് പോലും ഓരോ ലക്ഷ്യബോധത്തോടെയാണെങ്കിലും നിരീക്ഷകൻ ലക്ഷ്യമില്ലാതെ അവിടെ നിലനിൽക്കുന്നു. അതിനർത്ഥം നിരീക്ഷകൻ അലക്ഷ്യനാണ് എന്നല്ല. പരിണമിക്കാത്ത സത്തയിലേക്ക് സത്തായിരിക്കുന്നതിന് എത്തേണ്ട ആവശ്യമില്ല. അതിനാൽ ലക്ഷ്യവും അതിന് ആവശ്യമില്ല. അവിടെയാണ് ഭൗതിക വ്യവഹാരം നടത്തുന്ന മനസ്സിനെ ഒരു സാധകൻ നിരീക്ഷകന്റെ നിരീക്ഷണം വിജയകരമായി നടത്തേണ്ടത്. വിഷയത്തിന്റെ ഗൗരവം പിടികിട്ടിയോ? അവിടെ ഉന്നതമായ ബോധതലം അവൻ സ്വായത്തമാക്കിയിരിക്കണം. അല്ലെങ്കിൽ ആ ബോധതലത്തിലെത്തുന്നത് വരെ സദാ ഒരു ബോധപ്രാപ്തന്റെ സാന്നിധ്യത്തിൽ നിൽക്കണം. അത് അവനെ ഉന്നത ബോധത്തിൽ പതറാതെ നിൽക്കുവാൻ സഹായിക്കും. കാരണം നിരീക്ഷണം ഒന്ന് പതറിയാൽ പ്രവർത്തിക്കുകയും പരിണമിക്കുകയും ചെയ്യുന്ന മനസ്സ് അവനെ സ്വാധീനിച്ചേക്കാം. ഈ പറഞ്ഞ വിഷയം കൃത്യമായി കൂടുതൽ ചർച്ചയിലൂടെ മനസ്സിലാക്കുക. കാരണം ഭൗതിക വ്യവഹാരത്തിൽ ജാഗ്രത്തിൽ നിൽക്കുന്ന മനസ്സും പിന്നെ നിരീക്ഷകനും ഒരേ സമയം പ്രവർത്തനത്തിലാണ് എന്നു പറഞ്ഞതിലാണ് ഒരു സാധകന് വ്യക്തത വരേണ്ടത്. വെറുതെ തത്തമ്മ പൂച്ച എന്ന് പറയും പോലെ സത്തയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ബോധപ്രാപ്തൻ സദാ അറിയുന്ന ആ അറിവ് ആശയപരമായിട്ട് മാത്രം അറിഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങനെ അറിഞ്ഞിട്ടും ഞാൻ ബോധപ്രാപ്തനായിട്ടില്ലല്ലോ. ആശയവും നിരീക്ഷകൻ നിരീക്ഷിക്കണം. അല്ലെങ്കിൽ ആശയം ആശയക്കുഴപ്പമേ സൃഷ്ടിക്കുകയുള്ളൂ എന്ന് ബോധ്യമാകും. ഹൃദയം സദാ പ്രവർത്തിക്കുന്നു ശരീരത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി. എന്നാൽ സത്തയ്ക്ക് വേണ്ടിയല്ല ഹൃദയം പ്രവർത്തിക്കുന്നത് എന്നറിയുക. മനസ്സ് പ്രവർത്തിക്കുന്നത് സത്തയ്ക്ക് വേണ്ടിയല്ല എന്നും അറിയുക. ഈ അറിവ് നിരീക്ഷകന് മാത്രമേ പ്രദാനം ചെയ്യുവാനാകൂ. ഹരി ഓം. ഇന്ന് 23-ാം തീയതി ജൂലൈയിലെ വൃത്തത്തിലെ ശൂന്യതയിൽ ഒരു പിന്നെ ഭക്തനെന്നുള്ള തലത്തിൽ നിന്ന് നമ്മൾ ഒരു സാധകനായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് മനോതലത്തിൽ, ബോധതലത്തിൽ, പിന്നെ ആ നിരീക്ഷകന്റെ തലത്തിൽ ഈ ഒരു മാറ്റം, പിന്നെ എന്താണ് പരിവർത്തനം, അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഒരു പിന്നെ ലാസ്റ്റില് 2-3 പോയിന്റേഴ്സ് തരുന്നുണ്ട്, ഗുരു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവ സീരിയസ് ആയിട്ട് എടുത്താൽ നിരീക്ഷകന്റെ തലത്തിൽ എപ്പോഴും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നും പറയുന്നുണ്ട് ഇതിനകത്ത്. പറഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉള്ള രീതിയിൽ പരസ്പരം ഒന്ന് ഡിസ്കസ് ചെയ്താൽ, അതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഒക്കെ വരുമ്പം അതുകൂടെ നമ്മളൊക്കെ ഷെയർ ചെയ്ത് ഡിസ്കസ് ചെയ്താൽ ഉപകാരപ്രദമായിരിക്കും. പിന്നെ ഇപ്പം ഇതിനകത്ത് പ്രതിപാദിക്കുന്ന കാര്യത്തിലോട്ട് വരുന്നു. ഒരു ഭക്തൻ വിശ്വാസി അല്ലെങ്കിൽ അവിശ്വാസി ആയിക്കോട്ടെ, സാധകനായി മാറുമ്പോൾ അവന്റെ ലക്ഷ്യബോധവും മാറുന്നതും അവന് ബോധ്യമാവും. പിന്നെ സാധകനായി തുടരുമ്പോൾ ആ പക്വത കൂടി വരുമ്പോൾ ലക്ഷ്യബോധം മാറുന്നതും ആയിട്ട് തിരിച്ചറിയും. സാധകനായി വീണ്ടും തുടരുമ്പോൾ, ഭാവിയിലും തുടരണം, അപ്പോൾ അവന്റെ ഉള്ളിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. കുറച്ചുകൂടെ ആ തരത്തിൽ അങ്ങനെ പോകുമ്പോൾ കുറച്ചുകൂടെ വിവേചിച്ച് അറിയാനുള്ള കഴിവ് വരുമ്പോൾ, അവനെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ അവന്റെ
ബോധതലങ്ങളും അല്ലെങ്കിൽ ബോധമണ്ഡലവും വികസിക്കുന്നതായിട്ട് അറിയുന്നുണ്ടാവും. ആ തലത്തിൽ നിന്ന് അവനെ കുറിച്ച് ഗ്രഹിക്കാൻ പറ്റും എന്ന് അറിയും. മനോതലത്തിൽ നിന്ന് ബോധമണ്ഡലത്തിലോട്ട് സാധകൻ പരിണമിക്കുമ്പോൾ അവന്റെ ജാഗ്രത അവസ്ഥയിലെ യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ പറ്റുന്നത് കാര്യം അവന് അറിഞ്ഞിരിക്കും. അതായത് ഗുരു പറയില്ല, അന്നത്തെ സത്യം അറിയുന്ന ആ പ്രക്രിയ അതവിടെ നടക്കും. അപ്പൊ അവന് ബോധവാൻ ആയിരിക്കണം. ആ കുറച്ചുകൂടെ ആന്തരിക നിരീക്ഷണം നടത്തി എത്രത്തോളം ആർജിച്ചെടുത്തോ ആ ബോധ വികാസത്തിൽ നിന്ന് അന്നത്തെ സത്യം തിരിച്ചറിയുക, അവന്റെ മാനസിക തലം എവിടെ വരെ ആയി എന്ന് ഉള്ള കാര്യം അംഗീകരിക്കണം. ഒരു സാധകൻ അവന്റെ ഉള്ളിലെ മാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം അതിനെക്കുറിച്ചൊരു വ്യക്തത വേണം. വേറെ ഒന്നും കൊണ്ടല്ല, പലർക്കും ചില കാര്യങ്ങൾ വ്യക്തമായാലേ അവർക്ക് അതിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ആ ഡൗട്ട് അവർക്ക് ഒരു തടസ്സമായിട്ട് വരും. അപ്പം വളരെ ക്ലാരിറ്റി ഉള്ള കാര്യങ്ങള് ചിലപ്പോൾ നമുക്കൊക്കെ ഡൗട്ട്സ് വരുമ്പോൾ ചിലത് ചോദിക്കുമ്പോൾ ചിലത് ഗുരുജിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ആ ലെവലിൽ എത്തിയിട്ടില്ല. അപ്പൊ പറയും, അത് മൗനം പാലിക്കും. ദ മീനിങ് ഇസ് ദാറ്റ് നമ്മൾ അവിടെ ആ ലെവലിൽ എത്തിയിട്ടില്ല. അപ്പൊ പറഞ്ഞാലും അത് ഒരു മൂന്നാം മണി പോലെ. അപ്പൊ ഒരു ലെവൽ എത്തുമ്പം ഇത് പറയുമ്പം അത് ശരിക്കും നമ്മൾ ഗ്രഹിച്ച് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അപ്പൊ ഒരു സാധകൻ അവന്റെ ഉള്ളിലെ മാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം അതിന് നല്ല വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം, അതെങ്ങനെയാണ് നടക്കുന്നതെന്ന്. അവന് ആത്മവിശകലനം ചെയ്ത് സ്വയം ബോധ്യപ്പെടണം. അവന് പരിണാമങ്ങൾക്ക് വിധേയമായി ഇരിക്കുന്നവനാണെന്ന് ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. മനസ്സിന്റെ ലെവലിൽ നിന്ന് ആണ് പിന്നെ ഈ മാറുന്ന ബോധവികാസം എന്നൊക്കെ കാര്യങ്ങൾ നാം പറയുമല്ലോ, അത് ആ മനോതലത്തിൽ നിന്നുണ്ടാകുന്നതാണ്. എന്നാൽ ഒരു ഹയർ ബുദ്ധി, ഉന്നത ബുദ്ധി തലത്തിൽ നിരീക്ഷകനോ അല്ലെങ്കിൽ സത്യക്കോ ഒരിക്കലും ഈ വക ഡെഫിനിഷനിലോട്ടൊക്കെ പോകില്ല. ചോദ്യമുണ്ടാവില്ല, ഉത്തരമുണ്ടാവില്ല, വേർതിരിവുകൾ ഉണ്ടാവില്ല, പിന്നെ ബോധ്യപ്പെടുത്തൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നിശ്ചലമായ നിരീക്ഷകൻ നിരീക്ഷിക്കുന്നത് ചലനാത്മകം ആയി മാറുന്ന മനസ്സിനെയും മനോതലത്തിൽ നിന്ന് മാറുന്ന കാഴ്ചകളെയും ആണ് നിരീക്ഷിക്കുന്നത്. ഈ സൂക്ഷ്മ ബോധ്യ അനുഭവങ്ങളും അതും എടുത്താലും അതും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് നിരീക്ഷകൻ കാണുന്നതായിരിക്കും. പിന്നെ ഈ പാരഗ്രാഫിലെ ലാസ്റ്റ് പോയിന്റ് അത് ഗുരുജി ചൂണ്ടിക്കാണിക്കുന്ന സത്ത മാത്രം മാറാതെ ഇരിക്കുന്നുള്ളൂ. നിശ്ചലമായ സത്ത മാത്രം മാറാതിരിക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സ് സാധകൻ ഈ ലെവലിൽ വന്നാലും പക്വതൊക്കെ വന്നാലും കുറച്ച് ബോധവികാസം ഉണ്ടായാലും പിന്നെ നമ്മള് കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം. കാരണം സത്ത മാത്രം മാറാതിരിക്കുന്നുള്ളൂ, അത് സാക്ഷിയായി നമുക്ക് കാട്ടിത്തരുന്നു, നിരീക്ഷകൻ വഴി കാട്ടിത്തരുന്നു. അപ്പൊ ആ ഒരു തലത്തിലോട്ടാണ് നമ്മൾ വരേണ്ടത്. ഒരു ഭക്തനിൽ നിന്നും ഒരു സാധകനായിട്ട് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് പോകണമെങ്കിൽ ഈ ഒരു സത്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടതാണ്. അപ്പോ അങ്ങനെ വരുമ്പോ അടുത്ത പാരഗ്രാഫിൽ പറയുന്ന ഈ പരിവർത്തനപ്പെടുന്ന സാധകൻ തുടക്കത്തിൽ
പല ആശകൾ ഉണ്ടാകാം. തുടക്കത്തിൽ കുറച്ചുകൂടെ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് വരുമ്പം ബോധ വികാസമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ തുടക്കത്തിലാണെങ്കിൽ ആ ആശകൾ ഉണ്ടാകാം, ചില ആശകൾ ഉണ്ടാകാം, അഭിലാഷങ്ങൾ വരും, എസ്പെഷ്യലി പക്വത വന്നിട്ടില്ലെങ്കിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ അഭിലാഷം വന്നു കഴിഞ്ഞാൽ, അത് സഫലീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ആഗ്രഹത്തിലോട്ട് പോകും. അതൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ജോലി കിട്ടാൻ ഒരാള് യത്നിക്കുന്നു, കിട്ടുന്നു, സന്തോഷമാണ്, ചെയ്യുന്നു. പക്ഷെ പിന്നെ വേറെ ഒരു അഭിലാഷം, നിത്യം ജോലി ചെയ്യണോ, എന്നും ജോലി ചെയ്യണോ, അപ്പം അവധി വേണം. അപ്പൊ ഇങ്ങനെ ഈ ചഞ്ചലപ്പെട്ട മനസ്സിന്റെ പ്രഭാവമാണത്. ആ മനോഭ്രമത്തിൽ നിൽക്കുന്നതാണ്. അപ്പോ പിന്നെ ആഗ്രഹത്തെ പഠിച്ചാൽ മാത്രം നമുക്ക് ആ മനസ്സിന്റെ കാര്യം ശരിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മള് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ആ ഒരു കാര്യത്തില ഗുരുജി പറയുന്ന, പണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഗുരുജി, മനസ്സെന്ന് പറയുന്നത് പിന്നെ ബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്, അബോധ മനസ്സുണ്ട്, പല തലങ്ങളുണ്ട്. ജാഗ്രത അവസ്ഥയിൽ നിൽക്കുമ്പം ആ ബോധ മനസ്സ് ആയിട്ട് നിൽക്കുന്നു. അബോധ തലത്തിൽ അബോധ മനസ്സായിട്ട് നിൽക്കുമ്പം അവിടാണ്, അല്ലെങ്കിൽ ഇവൻ ഉപബോധ മനസ്സിൽ ആഗ്രഹവും അത് ഉണ്ടാവും അവിടെ. ആ ആഗ്രഹവും ഈ അബോധ മനസ്സില് ആഗ്രഹവും പിന്നെ മനസ്സും അവിടാണ് നിലനിൽക്കുന്നത്. പിന്നെ അത് ഉണ്ടായാലും നമ്മള് അതില് ഒട്ടാതെ ഇരുന്നാൽ മതി. അതിന് നിരീക്ഷകൻ ഉണർത്തണം. ആ നിരീക്ഷകനെ ഉണർത്താൻ നമ്മള് അപ്പോന്ന് മന്ത്ലി മെഡിറ്റേഷൻ ക്യാമ്പിലെ എക്സ്പീരിയൻസ് should be supported by daily, ദിവസവും ഈ നിമിഷത്തിൽ വർദ്ധിക്കുക. നിത്യം നമ്മുടെ ജീവിതത്തിൽ ഇത് രണ്ടും വേണം. അപ്പോഴേ നമുക്ക് ആ നിരീക്ഷകനെ വളരെ ആക്റ്റീവായിട്ട് പിന്നെ അവിടെ നിർത്താൻ പറ്റുള്ളൂ. പിന്നെ വേറെ ഒരു പിന്നെ മുഖ്യമായ ഒരു കാര്യോട് ഗുരുജി ഇവിടെ പറയുന്നുണ്ട്. അബോധത്തിൽ നിൽക്കുന്ന ആഗ്രഹത്തെ നിരീക്ഷകൻ അറിഞ്ഞാൽ ആ ആഗ്രഹം, അതുകൊണ്ടാ പറയുന്ന നിരീക്ഷകൻ വേണമെന്ന്, ആ ആഗ്രഹം അവനിൽ നിലനിൽക്കുമ്പോൾ അവൻ നിസ്സംഗനായി മാറുന്നു. അതായത് നമ്മള് ഈ പരിശീലനം വഴി മനസ്സിനെ ഒരു പരിധി വരെ നിശ്ചലമാക്കി, അവിടെ അത് പെർഫെക്റ്റ് ആയിട്ട് നടക്കും. ഗുരുജിയുടെ സ്ഥാനത്തില് പുറത്ത് വന്നാലും ഒരു ശ്രമം നടത്തി കുറച്ചാകുവാണെങ്കിൽ ആ തലത്തിൽ വന്നാൽ ആ മൈൻഡ് സൈലന്റ് ആകുന്നതാണ്. അപ്പൊ ആ മൈൻഡ് സൈലന്റ് ആകുമ്പം, നിശ്ചലമാകുന്ന പോലെ ആവുമ്പം, ധ്യാനാത്മക മനസ്സായി വരുമ്പം നിരീക്ഷകൻ ആക്റ്റീവായിട്ട് അവിടെ നിൽക്കും. അതിന്റെ ഒരു ലക്ഷണം എന്താണ്? നമ്മൾ വളരെ ശാന്തമായിട്ടിരിക്കും. അങ്ങനെ ഉള്ളപ്പോ ആ സമയത്ത് ഈ പൊന്തി വരുന്ന ഓരോ ചിന്തകളും അതിൽ ഒട്ടാതെ നിൽക്കാൻ പറ്റും. കാരണം ആ ഉന്നത ആ ബോധതലത്തിലാണ് നിൽക്കുന്നത്, വിവേകബുദ്ധി തലത്തിലാണ് നിൽക്കുന്നത്. അപ്പോ ആ ഒട്ടലിൽ പെട്ടുപോകില്ല, നിരീക്ഷകന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യാനൊന്നും പോണ്ട, പക്ഷെ അതിന്റെ ആ ഹെൽപ്പ് നമുക്കുണ്ടാവും. നമ്മൾ ശാന്തമായിട്ട് അവിടെ ഇരുന്നാൽ മതി. അപ്പോഴേ ഉള്ളൂ അവനിലെ ബോധതലം നിരീക്ഷണത്തിലൂടെ പ്രകാശിക്കുന്നത്. ആ ബോധതലം നിരീക്ഷണത്തിലൂടെ പ്രകാശിക്കുന്നത്. അപ്പോ അത് സംഭവിക്കുമ്പോൾ സാധകനിൽ അത്ഭുതം സൃഷ്ടിക്കും. അത് ചിലർക്ക് അനുഭവം ഉണ്ടായിക്കാണും. ആ തലത്തിൽ പോയവര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് അതീന്ദ്രിയ അനുഭവങ്ങൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അവർ ചിലതൊക്കെ ചിന്തിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കും. അല്ലെങ്കിൽ അവര് ഒന്ന്
എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ചില സാധകർക്കുണ്ട്. പക്വത നേടിയ അപ്പൊ ഇത് നടക്കും, നമ്മൾക്കിത് ഫീസിബിൾ ആണ്. ഈ കാര്യം ഗുരുജി പറഞ്ഞു തരുന്ന കാര്യം നമ്മൾ അതുപോലെ പാലിച്ചു പോയാൽ, ആ ബോധപ്രാപ്തന്റെ കൂടെ നിന്നാൽ ആ തലത്തിൽ നമുക്ക് എത്താൻ പറ്റും എന്ന് യാതൊരു സംശയമില്ല. പക്വത നേടിയ ലാസ്റ്റ് പാരഗ്രാഫിൽ ഗുരുജി പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ പക്വത നേടിയ സാധകന് പിന്നെ ഒരു വീഴ്ച പറ്റാം. പക്വത നേടിയ സാധകന്റെ ലക്ഷ്യം പിന്നെ ബോധപ്രാപ്തനാവുക എന്നാണ്. അതിന് നിരീക്ഷകനെ വളർത്തുവാൻ അവൻ മാറുമ്പോൾ, അതായത് നിരീക്ഷണം പരാജയപ്പെടുമ്പോൾ, അത് ശരിക്ക് വളർത്തിയിട്ടില്ലെങ്കിൽ, അവിടെ ശരിക്ക് വളർത്തിയെടുത്തിട്ടില്ലെങ്കിൽ, പക്വത കഴിഞ്ഞിട്ടും അവിടെ എവിടെങ്കിലും ആ നിരീക്ഷണത്തിൽ ഒരു പരാജയം വന്നാൽ വീണ്ടും മനസ്സിൽ ആഗ്രഹം, സംഘർഷം, ഇന്നലെ ആ ടോക്കിൽ പറഞ്ഞായിരുന്നു, സംഘർഷം എന്തൊക്കെയോ വന്നാൽ പിന്നെ ആ എനർജി ഡൗൺ ആകുമെന്ന് ഗുരുജി ഇന്നലത്തെ ആ ശൂന്യതയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗുരുജി ചൂണ്ടിക്കാട്ടുന്നത് ലക്ഷ്യം, അപ്പൊ പക്വത ഉള്ള സാധകന് എന്താണ് ലക്ഷ്യമുണ്ട്. അത് ലക്ഷ്യം എന്ന് പറയുന്നത് ആ മനോതലത്തിൽ നിന്നുള്ള ആ മനസ്സിന്റെ ലാംഗ്വേജ് ആണത്. കാരണം നിരീക്ഷകൻ ലക്ഷ്യം ഇല്ല, സത്യയോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോ ഗുരുജി ചൂണ്ടിക്കാണിക്കുന്നത് ലക്ഷ്യം മനസ്സിന്റെ സങ്കല്പമാണ്. അത് നിരീക്ഷകന് പിന്നെ പഠിപ്പിച്ചു തരും നമുക്കത്. അതായത് അപ്പൊ എങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? പ്രാക്ടിക്കലായിട്ടൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. പിന്നെ അത് മനസ്സിന്റെ സങ്കല്പം ആണ്. പിന്നെ അത് നിരീക്ഷകൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ആ മനോതലം അല്ലെങ്കിൽ, മനസ്സ് പ്രബലമല്ലെങ്കിൽ, ആ പിന്നെന്താണ് വിവേക ബുദ്ധി തലത്തിലോട്ട് ഈ നിമിഷത്തിൽ നിന്ന് മൈൻഡ് പിന്നെ പാസ്റ്റിലോട്ടും പ്രസന്റിലും പോകാതെ അപ്പൊ ഉള്ള അവന്റെ ആ യാഥാർത്ഥ്യം, മനസ്സിലുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച് നിൽക്കുമ്പോ ആ പ്രസന്റില് എന്താണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? ആ ധ്യാനാത്മക മനസ്സ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഒരു ശാന്തത വരുമ്പോൾ അവിടെ എന്താണ് പ്രബലമാകുന്നത്? ആ മറ്റേ മനസ്സല്ല, പക്ഷെ ധ്യാനാത്മക മനസ്സാണ് പ്രബലമാകുന്നത്. അങ്ങനെ ആ ശാന്തതയിൽ അങ്ങനെ അവിടെ നിൽക്കുന്നത്, അതാണ് നമ്മുടെ നിരീക്ഷകന്റെ മെസ്സേജ് നമുക്ക്. നമ്മള് ആ തലത്തിലാണ് നിൽക്കുന്നതെന്ന്. അതാണ്. അപ്പോ നമ്മള് നിത്യജീവിതത്തിൽ നമ്മൾ അങ്ങനെ പോകുമ്പം ആ ഒരു മോഡിൽ പോകുകയാണെങ്കിൽ നമ്മള് ആ നിരീക്ഷകനായിട്ട് പോകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ബോധ്യപ്പെടുമ്പോൾ മാത്രം സാധകൻ ശ്രദ്ധയോടെ നിരീക്ഷകനായി മാറുന്നുള്ളൂ. പിന്നെ മനസ്സിനെ ഉള്ള ലക്ഷ്യബോധം, അല്ലാതെ പിന്നെ നിരീക്ഷകന് ലക്ഷ്യബോധം ഇല്ല. നിരീക്ഷകൻ ലക്ഷ്യം ഇല്ലാതെ പരിണമിക്കാതെ സത്തയിൽ ഇരിക്കുകയാണ്. അപ്പം അവിടെ എത്തേണ്ട ആവശ്യമില്ല നിരീക്ഷകന്. ഒരു സാധകൻ ഉന്നത ബോധതലത്തിൽ നിലനിന്ന് നിത്യ ഭൗതിക വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോൾ മനസ്സിനെ നിരീക്ഷിക്കേണ്ടത് ആണ്. അതെത്താൻ അപ്പൊ പറയുന്നുണ്ട് ഗുരുജി, അത് പറയുന്നുണ്ട്. പിന്നെ മനസ്സിനെ നിരീക്ഷിക്കേണ്ടതാണ്. ഇപ്പം അത് പറ്റുന്നില്ലെങ്കിൽ അതൊരു വേറെ ഒരു പോയിന്ററാണ്. ആദ്യത്തെ പോയിന്റർ പറഞ്ഞു തന്നത് പിന്നെ മനസ്സിന്റെ സങ്കല്പം അല്ല പിന്നെ ഈ ലക്ഷ്യം.
മനസ്സിന്റെ സങ്കല്പമാണ് ലക്ഷ്യം, അല്ലാതെ നിരീക്ഷകന്റെ അല്ല. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ എപ്പോഴും ലക്ഷ്യം ലക്ഷ്യം എന്ന് പറയും. ഇപ്പൊ ഇനി ആ തലത്തിലോട്ട്, നിരീക്ഷകന്റെ തലത്തിലോട്ട് പോവുകയാണെങ്കിൽ ഇനി നമുക്ക് ലക്ഷ്യത്തിനെ കുറിച്ച് കൂടുതൽ നമുക്ക് വി cannot talk too much about it എന്നുള്ള രീതിയിൽ വരും. അപ്പോ അതൊരു പോയിന്റർ. അടുത്ത പോയിന്റർ ഗുരുജി തരുന്നത്, നിരീക്ഷകന്റെ തലത്തിൽ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബോധപ്രാപ്തന്റെ കൂടെ നിലനിൽക്കണം. അതായത് ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്ത് ആ ഉപദേശങ്ങളുള്ള ഒക്കെ കേട്ട് ജാഗ്രതയില് ഭൗതിക വ്യവഹാരത്തില് പ്രസന്റിൽ നിലനിന്ന് ആ തലത്തിൽ നിന്ന് പോകണം. പിന്നെ സത്യസന്ധമായിട്ടും നമ്മൾ അത് ചെയ്യണം. എന്നിട്ട് പിന്നെ ഒരു കാര്യോട് ഗുരുജി പറഞ്ഞു, ഈ പോയിന്റ് പറഞ്ഞു നമ്മൾ ഇതിനെ കുറിച്ച് ചർച്ചയോട് ചെയ്യണം. അതായത് ആ നിരീക്ഷകന്റെ തലത്തിൽ നിൽക്കണമെങ്കിൽ പിന്നെ നമ്മള് പിന്നെ ഭൗതിക വ്യവഹാരത്തിൽ ജാഗ്രതയിൽ നിലനിൽക്കണം. എന്നിട്ട് ആ മനസ്സ് നിരീക്ഷണം ചെയ്യുകയും ആ സമയം പിന്നെ ഒരേ സമയം പ്രവർത്തനത്തിൽ ആണ് ശ്രദ്ധിക്കേണ്ടത്. അതും ശ്രദ്ധിക്കണം, മറ്റേ നിരീക്ഷകനെയും അനുഭവിച്ചുകൊണ്ടിരിക്കണം. രണ്ടും വേണം. അത് രണ്ടും സൈഡ് ബൈ സൈഡ് പോകണം. അപ്പൊ നമ്മൾ പറഞ്ഞു, നിരീക്ഷകന്റെ ലെവലിൽ അറിയുന്നത് എങ്ങനെയാണ്? അത് നമുക്ക് എന്തെങ്കിലും ഒന്ന് സെൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നമുക്ക് ധ്യാനാത്മക മനസ്സ് പ്രബലമാണെങ്കിൽ, അത് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, ആ ശാന്തത ഉണ്ടെങ്കിൽ ശാന്തതയിൽ നിൽക്കുകയും നിത്യവ്യവഹാരത്തിൽ ആ തലത്തിൽ നിൽക്കുകയും പിന്നെ ആ പ്രവർത്തനയിൽ ഏർപ്പെടുകയും ചെയ്യണം. ശ്രദ്ധിക്കണം. ഈ നിമിഷത്തിൽ നിൽക്കുകയും വേണം. ഇത് രണ്ടും വളരെ ആത്മാർത്ഥതയോട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ നമ്മള് സത്തയെ കുറിച്ച് ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അവിടെ എത്തുകയില്ല. സാധകന്റെ പരിണാമം പൂർണ്ണമാകാൻ ഒരു കാര്യം ഓർക്കേണ്ടതാണ്. അതായത് എങ്ങനാണോ ഹൃദയം ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, അതുപോലാണ് ഈ മനസ്സ് പ്രവർത്തിക്കുന്നത്. ആ ലോവർ ഐഡന്റിറ്റി, ബോഡി തലത്തിലും അഹംഭാവത്തിലും നിൽക്കുന്ന ആ ഐഡന്റിറ്റിക്ക് വേണ്ടിയാണ്. പിന്നെ സത്തയ്ക്ക് വേണ്ടി പിന്നെ അല്ല. അപ്പൊ ആ മനസ്സ് സത്തയ്ക്ക് വേണ്ടിയല്ല മനതലത്തിൽ നിൽക്കും. സത്തയിൽ എത്താൻ നിരീക്ഷകൻ ആയി മാറണം. എല്ലാ സാധകർക്കും അത് സാധിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു പാതകങ്ങളിൽ ഇത് സമം. ഹരി ഓം. നമ്മൾ സാധനാലോകത്തിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നിരിക്കാം. ആ കാഴ്ചപ്പാടുകളെല്ലാം തികച്ചും ഈ മനസ്സിൻ്റെ പ്രഭാവത്തിൽ നിലനിന്നുകൊണ്ടുള്ള കാഴ്ചപ്പാടുകൾ ആണ്. അപ്പോൾ ആ കാഴ്ചപ്പാടിലൂടെ സഞ്ചരിച്ച് വരുമ്പോൾ എന്ത് പറ്റുന്നു? കർമ്മങ്ങളും അങ്ങനെയാവുന്നു, തുടർന്ന് കിട്ടുന്ന അനുഭവങ്ങളും അങ്ങനെയാവുന്നു. മനസ്സിനോടൊപ്പം സഞ്ചരിക്കുന്നവരായിരുന്നു നമ്മൾ സാധനയിലേക്ക് വരുന്നതിന് മുന്നേ, സാധനാ ലോകത്തിലേക്ക് വരുന്നതിന് മുന്നേ. ഇനി സാധനാ ലോകത്തിൽ വന്ന് സാധന ചെയ്ത് തുടങ്ങിയപ്പോഴോ മനസ്സിൻ്റെ ഈ പൊള്ളത്തരങ്ങളെല്ലാം വെളിപ്പെട്ടു തുടങ്ങി. നമ്മൾ ഇതുവരെ ചെയ്തു വന്നതെല്ലാം തെറ്റിദ്ധാരണകളിൽ കൂടിയും അഹങ്കാരത്തോടു കൂടിയും ഇതെല്ലാമാണ് നമുക്ക് മനസ്സിലായി. നമ്മളിലെ ഊർജ വ്യത്യാസങ്ങളെയും അവ സംഭവിക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന പരിണാമങ്ങളെയും നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും എല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചു. സാധനയിലേക്ക് വന്നതിന് ശേഷം, കുറച്ച് യാത്ര ചെയ്തതിന് ശേഷം മനസ്സിൻ്റെ ഇപ്പോഴത്തെ തലത്തെ അറിഞ്ഞ്
അതിനെ ഉയർത്തണം എന്ന തിരിച്ചറിവ് നമ്മളിൽ സംഭവിച്ചു. അപ്പം അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയരാവുന്നവരാണ് നമ്മൾ എന്ന സത്യവും നമ്മൾ തിരിച്ചറിഞ്ഞു. കാരണം ഇന്ന് കാണുന്ന ഞാനല്ല നാളെ. കാരണം ഓരോ നിമിഷവും സാധന അല്ലെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിൽ ഓരോ പുതിയ പുതിയ ഫയൽസ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ പുതിയ ഫയൽസ് ക്രിയേറ്റ് ആവും തോറും നേരത്തെ കൂട്ടി വച്ചിരുന്ന ഫയൽസ് എല്ലാം ഈ ഫയലിൻ്റെ ആ ഒരു കാഠിന്യം അനുസരിച്ച് നമ്മൾ പുതുതായിട്ട് ചേർക്കുന്ന ഫയൽസിൻ്റെ ആ ഒരു ലെവൽ അനുസരിച്ച് പഴയ ഫയൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റായി അല്ലെങ്കിൽ അതിൻ്റെ ശക്തി കുറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ചറിവുകളോ നമ്മുടെ ബോധവികാസത്തിന് കാരണമായി. ഇതെല്ലാം മാറുന്നുവെങ്കിലും ഇതെല്ലാം മാറുന്നവയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന സത്തയോ മാറ്റമില്ലാതെ നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പം നിരീക്ഷകൻ എല്ലാത്തിനും സാക്ഷിയായിട്ട് നിന്നുകൊണ്ട് ഈ മാറ്റങ്ങളിലൂടെ നമ്മളെ സഞ്ചരിപ്പിച്ച് ആ സത്തയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് നിരീക്ഷകൻ. മനസ്സിൻ്റെ പ്രഭാവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ നിരീക്ഷകനെ കാണുന്നേയില്ല. എന്നാൽ നിരീക്ഷകൻ നമ്മളെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിരീക്ഷകൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നിരീക്ഷകനെ നോക്കണമെന്ന്. പക്ഷേ അത് നമ്മൾ മനസ്സിൻ്റെ പ്രഭാവത്തിൽ നിൽക്കുമ്പോൾ അത് സാധിക്കില്ല. യാത്ര തുടർന്ന് വരുമ്പോൾ നിരീക്ഷകനിലേക്ക് അടുത്തടുത്ത് നമ്മുടെ ബോധവികാസം സംഭവിച്ചു വരുമ്പോഴാണ് നിരീക്ഷകൻ്റെ ആ ഹെൽപ്പ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പം മനസ്സെപ്പോഴും ഈ ആഗ്രഹങ്ങളുടെ പുറകെ പോവും. ആഗ്രഹങ്ങളും ആശകളും ഇല്ലാതെ മനസ്സിന് നിലനിൽക്കാനാവില്ല. അതൊരു സത്യമാണ്. അപ്പം ആഗ്രഹങ്ങൾക്ക് പുറകെ ഓടുന്ന ഈ മനസ്സിനെയാണ് നിരീക്ഷകൻ നമുക്ക് കാട്ടിത്തരുന്നത്. നിരീക്ഷകനെ ഉണർത്തിയ സാധകനിൽ വിവേകബുദ്ധി പ്രവർത്തിക്കും. അപ്പം ആ വിവേകബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്നും വേണ്ടാത്തത് ഏതാണെന്നും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കുവാനും സാധിക്കും. എങ്കിലും അപ്പോഴും മനസ്സ് നമ്മളിൽ നിലനിൽപ്പുണ്ട്. എന്നാൽ ഒട്ടലില്ലാതെ കാര്യങ്ങളെ സമീപിക്കാനുള്ള വിവേകം നമ്മളിൽ ജനിക്കുകയും ചെയ്യുന്നുണ്ട് നിരീക്ഷകൻ ഉള്ളതുകൊണ്ട്. നമുക്കത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അത് കിട്ടും. ഈ കഴിവാണ് നമ്മളെ നമ്മുടെ കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തനാക്കുന്നത്. ശരിയല്ലേ? അപ്പം ഈ ജന്മങ്ങൾ കുറയ്ക്കുന്നതും ഇത് തന്നെയാണ്. അപ്പം ഈ ഒരു പ്രോസസ്സ് നമ്മൾ പല പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം ഈ മനസ്സ് എന്ന ഈ ഇന്ദ്രിയത്തെ ജയിക്കാൻ കഴിയുക എന്ന് പറയുന്നതല്ലേ അതീന്ദ്രിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് അതീന്ദ്രിയം. അപ്പം സാധകൻ യാത്ര ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ തുടക്കത്തിലൊരു ആ മുന്നോട്ട് വന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യം ബോധപ്രാപ്തനാകുക എന്നുള്ളതാണ്. എന്നാൽ കാലം കഴിയുന്തോറും വീണ്ടും ബോധവികാസം സംഭവിക്കുമ്പോൾ സാധകന് മനസ്സിലാവും എല്ലാ ലക്ഷ്യവും മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ് എന്ന്. എന്തെങ്കിലും നേടാൻ വേണ്ടിയാണ് സാധന ചെയ്യുന്നത് എങ്കിൽ അവിടെ മനസ്സാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ആ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുകയാണ് മുന്നോട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗുരുജിയുടെ റൈറ്റിങ്സ് എല്ലാം. കൂടുതൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നമ്മളെ. നേരത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ വായിച്ച അവധൂത ചിന്തയോ ശൂന്യമായോ വാക്കുകളോ ആ ഒരു അർത്ഥതലമായിരിക്കില്ല നമ്മളിപ്പോൾ വായിക്കുമ്പോൾ. എന്നാൽ എഴുതുന്നതെല്ലാം ഒരേ സാധനം തന്നെയാണ്. പണ്ട് എഴുതിക്കൊണ്ടിരുന്നതും ഇപ്പോൾ എഴുതുന്നതും ഇനി എഴുതുന്നെങ്കിൽ അതും എല്ലാം ഒരേ കാര്യമായിരിക്കും. എന്നാൽ നമ്മളിൽ സംഭവിക്കുന്ന ആ പരിണാമങ്ങളനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതും വ്യത്യാസം വരും. ഈ ധ്യാനാത്മക മനസ്സ് നമ്മൾ എപ്പോൾ ഡെവലപ്പ് ചെയ്യും? അപ്പോൾ മാത്രമേ നിരീക്ഷകൻ ഉണരുള്ളൂ. ഈ പ്രോസസ്സിലൂടെ കടന്നു വരുമ്പോഴാണ് ഈ ധ്യാനാത്മക മനസ്സ് നമ്മളിൽ വരുന്നത്. പ്രാക്ടിക്കലായിട്ട് സെക്ഷൻസ് എല്ലാം നമ്മൾ ചെയ്യുകയാണ്. അത് മാസത്തിലൊരിക്കലല്ല ചെയ്യുന്നത്, നമ്മുടെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണ്.
അതിൻ്റെ ഒരു ബൂസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ മാസത്തിലൊരിക്കൽ കിട്ടുന്നത്. അപ്പം ആ ധ്യാനാത്മക മനസ്സ് നിരന്തരം നിലനിർത്തിക്കൊണ്ട് പോകുമ്പോഴാണ് നിരീക്ഷകൻ ഉണരുന്നത്. അപ്പോൾ സ്വതന്ത്രമായിട്ട് നിലനിൽക്കുകയാണ് വേണ്ടത് എന്ന സത്യം ധ്യാനസാധകൻ തിരിച്ചറിയുകയാണ്. മറ്റെല്ലാത്തിലും എന്തുണ്ട്? മനസ്സിൻ്റെ പ്രഭാവം ഉണ്ടാവും. ബോധപ്രാപ്തനോടൊപ്പം സഞ്ചരിച്ചാൽ മാത്രമേ സാധകൻ അവൻ്റെ ബോധതലങ്ങളെ ഉയർത്തി നിരീക്ഷകനെ ഉണർത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം ആ മനസ്സിനെ നിരീക്ഷണം ചെയ്യുന്നവനും ബോധപ്രാപ്തൻ്റെ കൂടെ സഞ്ചരിക്കണം. ഇനി മനസ്സിനെ നിരീക്ഷണം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ബോധപ്രാപ്തൻ്റെ സഹായം ഇല്ലാതെ ഈ രണ്ടു പേർക്കും പറ്റില്ല. അപ്പം അതാണ് ആ ബോധപ്രാപ്തൻ്റെ ആ പ്രാധാന്യം എന്ന് പറയുന്നത്. നമുക്കിപ്പം പ്രമോദിനെ എടുത്താൽ, പ്രമോദ്ജിയെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിനെ നിരീക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷേ ആ ബോധപ്രാപ്തനോടൊപ്പം സഞ്ചരിക്കുകയാണ്, അദ്ദേഹം പോലും അറിയാതെ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ ബോധവികാസം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് സംഭവിക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് അവിടെ സംഭവിക്കുകയാണ്. കാരണം അവിടെ മനസ്സിൻ്റെ കട്ടി കുറവാണ്, അഹം ഇല്ല, സമർപ്പണം മാത്രമേ ഉള്ളൂ, ആ പ്രണയം മാത്രമേ ഉള്ളൂ ബോധപ്രാപ്തനോട്. അപ്പം നമ്മളിൽ മാറ്റം വരുന്നതിനേക്കാളും നമ്മൾ മനസ്സിനെ നിരീക്ഷിച്ച് വൃത്തത്തിലെ ശൂന്യതയും ചർച്ച ചെയ്ത് ഇതെല്ലാം ചെയ്ത് പോവാണ്. കാരണം നമ്മുടെ മനസ്സ് അത്രയും പ്രബലമാണ്, അത്രയും കട്ടിയുണ്ട്. എന്നാൽ പ്രമോദ്ജിക്ക് ആ ഒരു കട്ടി ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആ ഒരു ബോധപ്രാപ്തനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ആ മാറ്റങ്ങൾ വരുന്നത്. അപ്പം ആ സാധകന് അവൻ്റെ ബോധതലങ്ങളെ ഉയർത്തി നിരീക്ഷകനെ ഉണർത്താൻ സാധിക്കണം. അത് സാധിക്കും ബോധപ്രാപ്തൻ്റെ കൂടെ നടക്കുമ്പോൾ. അല്ലാത്ത പക്ഷെ എന്ത് സംഭവിക്കും? നിരീക്ഷകൻ്റെ ശക്തി കുറയും. നിരീക്ഷകൻ്റെ ശക്തി കുറഞ്ഞാലോ മനസ്സ് അവനെ പിടികൂടും. അപ്പോൾ സദാ ഒട്ടലില്ലാതെ നിലനിൽക്കുന്ന നിരീക്ഷകന് മാത്രമേ മനസ്സിൻ്റെ ഈ ചതിക്കുഴികളെ നമുക്ക് കാട്ടിത്തരുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ നിരീക്ഷകനെ ഉണർത്തുക അല്ലെങ്കിൽ നിരീക്ഷകനെ നിരീക്ഷിക്കുക എന്നുള്ളത് അത്രയും പ്രാധാന്യമുള്ളതാണ് ഒരു സാധകൻ്റെ യാത്രയിൽ. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഇന്നത്തെ വിഷയം കുറിച്ച് കൂടുതലും നമ്മളെ ആ നിരീക്ഷകന്റെ ആ ആഴങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമ്മളെ ആ യാത്രയിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മള് തുടക്കം തന്നെ നമ്മള് അറിയുന്നത് നമ്മള് സാധനയില് നമ്മള് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മള് പല രീതിയിൽ വിശ്വാസികളാവാം, അവിശ്വാസികളാവാം. നമ്മള് സാധനയിലേക്ക് നമ്മൾ വന്ന് കഴിയുമ്പോൾ നമ്മള് പരിണാമത്തിന് വിധേയമാകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നായിരിക്കും നമുക്ക് ഒരു മാറ്റം നമ്മളിലേക്ക് ചിലപ്പോൾ നമുക്ക് വരുന്നത് പെട്ടെന്നായിരിക്കും. കാരണം നമ്മൾ ആ മനസ്സിന്റെ ആ ലോകത്ത് നിന്ന് നിലനിന്നിട്ട് പെട്ടെന്ന് ഒരു സാധനയുടെ ഒരു ലോകത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മള് വല്ലാത്ത ഒരു വേറൊരു സ്പേസിൽ പിടിച്ചിട്ടാണ് കൈപ്പോകുന്നത്. അപ്പം നമുക്ക് അതിനെ എങ്ങനെ ഇത് അതിമനോഹരമായ അനുഭവങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ പലപ്പോഴും അവിടെ നമ്മള് ഇതിനെ കുറിച്ച് വ്യാഖ്യാനിക്കാനും മുമ്പത്തെ ഞാനും ഇന്നത്തെ ഞാനും നമ്മൾ ടോട്ടലി ഒരു കമ്പാരിസൺ ആസ്പെക്ട്സിലേക്ക് നമ്മൾ പോകും. അത് വേണ്ട എന്നല്ല ഇവിടെ പറയുന്നത്. ഇത് നാച്ചുറലി ഒരാളുടെ ഈ സാധന ജീവിതത്തില് ഒരു മിനിറ്റ്
ഹരി. അപ്പൊ ഇത് നമ്മളെ മാറ്റങ്ങള് നമ്മൾ കാണണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കണ്ട എന്നല്ല. ഈ മാറ്റങ്ങള് നമ്മളിൽ സംഭവിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ആ മാറ്റങ്ങള് അല്ല യാഥാർത്ഥ്യം. ഗുരു എപ്പോഴും പറയുന്നുണ്ട്, ആ സത്യങ്ങള് മാറിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. എന്നാല് ആ മാറ്റത്തിൽ നീ കുടുങ്ങിപ്പോകരുത്. ഇന്നത്തെ അറിവ് എനിക്ക് നാളെ കുറച്ചുകൂടി ജ്ഞാനം എനിക്ക് കൂടുതൽ ആർജിക്കണം. അപ്പം നമുക്ക് ഓരോ നിമിഷവും നമുക്ക് ഓരോ ലക്ഷ്യബോധങ്ങള് നമ്മൾ വെച്ചുകൊണ്ട് പോകുന്നതാണ്. ഇത് പറയുമ്പോൾ തന്നെ ഗുരു വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നതാണ്. കാരണം ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് മനസ്സിന്റെ തലം അത് എപ്പോഴും നിലനിൽപ്പുണ്ട്. കാരണം അതിന്റെ ഒരു ജാഗ്രത അവസ്ഥയാണ് ഒരു ഭൗതിക വ്യവഹാരത്തില് ഒരുത്തരെ നിർത്തുന്നത്. അതേസമയം അതിൽ നിൽക്കുമ്പോൾ തന്നെ ആ യാഥാർത്ഥ്യ ബോധത്തില് അവനെ നിന്ന് വ്യതിചലിക്കാതെ അവനെ മുമ്പോട്ട് ചലിപ്പിക്കുന്ന ചാലക ശക്തിയാണ് അവനിലെ നിരീക്ഷകന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അല്ലെങ്കിൽ അതിന്റെ ആ പ്രകാശ കിരണങ്ങളിൽ അവനിൽ ഉടലെടുക്കുന്നത്. ആ നിരീക്ഷകൻ അവനിൽ ഉടലെടുക്കുമ്പോഴാണ്, അതാണ് ഗുരു പറയുന്നത്, അവിടെ അവനിൽ സംഭവിക്കുന്നത്, അവന് പല അനുഭവ തലങ്ങളും പലതും അവിടെ അവന് സംഭവിക്കുന്ന, അല്ലെങ്കിൽ അതീന്ദ്രിയം എന്ന് പറയുന്ന പലതും അവനിൽ സംഭവിക്കുന്നത് അവന് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പൂജയോ വഴിപാടോ മറ്റോ മന്ത്രോച്ചാരണങ്ങളോ ഒന്നും ചെയ്തിട്ടല്ല. അതില് അവനറിയാതെ സംഭവിക്കുന്നതാണ്. അവന് അതിൽ യാതൊരു കർത്തൃത്വം, അത് യഥാർത്ഥ ഗുരുവിനോട് സഞ്ചരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് അവിടെ കർത്തൃത്വ ബോധം അവനെടുക്കില്ല. കാരണം ഇത് അവനിൽ സ്വയമേവ സംഭവിക്കുന്നതാണ്. അവിടെയാണ് ആ പറയുന്ന നിരീക്ഷകന്റെ അവനില് ഉടലെടുത്തു എന്ന് നമ്മൾ തിരിച്ചറിയും. പക്ഷെ വീണ്ടും ഗുരു പറയുകയാണ് പലപ്പോഴും, കാരണം എപ്പോഴും അതാണ് ഗുരു വീണ്ടും എടുത്ത് പറയുന്നത്, ഹൃദയം ഇടിക്കുന്നത് എന്തിനാണ്? സത്തയ്ക്ക് വേണ്ടിയിട്ടല്ല, ശരീരത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ്. മനസ്സ് പ്രവർത്തിക്കുന്നത് സത്തയ്ക്ക് വേണ്ടിയിട്ടല്ല, ആ ജീവന് വേണ്ടിയിട്ടാണ്. സത്ത ഇതിൽ നിന്നും മാറി ലക്ഷ്യബോധം ഒന്നും ആരോപിക്കാതെ സ്വയമേവ നിൽക്കുകയാണ്. അപ്പോൾ ഈ യാത്ര, ഈ ജീവന്റെ തുടുപ്പ് ഒരു നിലത്തിൽ നിൽക്കുന്നു, എന്നാൽ എന്നും സ്ഥായിയായിരിക്കുന്ന ഒരു ബോധാവസ്ഥ. നമ്മൾ എപ്പോഴും പലരും കേട്ട് ഇതാണ് സത്യമാണ്, റിയല് എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും എന്താണ് ആ റിയൽ എന്ന് പറയുന്ന അതിനെക്കുറിച്ച് നമുക്ക് ഒരു അവഗാഹമില്ല. എന്നാൽ ആ നിരീക്ഷകൻ ഉണർന്നുമ്പോൾ അവനൊരു തെളിച്ചം കിട്ടുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ കുടുങ്ങിപ്പോകുന്നതെന്ന് പറയുന്നത്, അല്പം ഇതിന്റെ ഒരു തെളിച്ചം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും അത് ഇനി ഉയർന്ന തലം ആയ എനിക്ക് ബോധപ്രാപ്തനാകണം, അവിടെയും ഇതിലേക്ക് മനസ്സിന്റെ പിടിപടലങ്ങൾ
വന്ന് പെടുകയാണ്. ആ പറയുന്ന നിരീക്ഷകനെയും അത് വിഴുങ്ങുവാൻ ശ്രമിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ആ ബോധത്തിന്റെ പൂർണ്ണമായ പ്രകാശം നിന്നില് നിറയുന്ന വരെ ഒരു ബോധപ്രാപ്തന്റെ കൂടെ സദാസമയവും ഓരോ നിമിഷവും നമ്മള് ജാഗ്രതയായി നിന്ന് അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ വർത്തിക്കണം. ഇല്ലെങ്കിൽ ഒരു മൈക്രോ മിനി സെക്കൻഡ് കൊണ്ട് നമ്മൾ ഈ ആർജിച്ച സകലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. കാരണം മുമ്പോട്ടുള്ള യാത്രകൾ കൂടുതൽ പോകും തോറും ആ സുഷിരങ്ങൾ വളരെ ചെറുതായിരിക്കാം. അപ്പം അതിൽ കൂടെ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ട്രാവേഴ്സ് ചെയ്തില്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് ഇതിന്റെ ആ മനസ്സിന്റെ ആ പൂരണം, കാരണം അത് പെട്ടെന്ന് മരിക്കില്ല, മനസ്സൊന്നും മരിക്കില്ല. അത് നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. അതുകൊണ്ട് ആ പറയുന്ന ആ പരമമായ ആ തിരിച്ചറിവിൽ എത്തുന്നത് വരെ സാധകൻ ലക്ഷ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ലക്ഷ്യത്തിൽ കുടുങ്ങാതെ തന്നിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ യാതൊരു ആശയങ്ങളെ ഉപാധിയാക്കി നിരൂപണം ചെയ്യാതെ തന്നെ സ്വയം കാണുവാനായിട്ട് നമ്മെ സ്വയം അനുവദിക്കുക. അതിന് ആ പരമ ഗുരുവിന്റെ വചനങ്ങള് അദ്ദേഹം നമ്മളോ ആ സത്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്ന ധ്യാനവിധികള്, അദ്ദേഹത്തിന്റെ പ്രവർത്തികള്, ഇതിൽ പൂർണ്ണമായും നമ്മൾ ഏകാഗ്രതരായി അതിലേക്ക് സമർപ്പിച്ച് നമുക്ക് നിലനിന്നാൽ നമ്മളില് ആ പരമമായ ബോധം തീർച്ചയായി നിരീക്ഷകന്റെ അപൂർണ രൂപത്തിൽ തെളിഞ്ഞ് അസത്തയിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയും. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് നമുക്ക് ആ ബോധപ്രാപ്തന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ ശ്രമിക്കുന്നത് നമ്മളിലെ മാറ്റങ്ങള് നമ്മളെ പരിണാമത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ പറ്റി അദ്ദേഹം നന്നായി സംസാരിക്കും. ഇവിടെ ശരിയാണ്, അവിശ്വാസിയോ വിശ്വാസിയോ സഗുണോപാസനയോ നിർഗുണോപാസനയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി ഒരു ഈശ്വര സങ്കല്പം പോലും ഇല്ലാത്ത ഒരു വ്യക്തി ആയിക്കോട്ടെ. അപ്പൊ ഈ ഒരു വ്യക്തി ആ ഒരു ബോധപ്രാപ്തന്റെ അടുത്തേക്ക് എത്തിപ്പെടുമ്പോൾ അവനില് പല മാറ്റങ്ങളും സംഭവിക്കും. ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ തന്നെ പറയുകയാണെങ്കിൽ, നമ്മള് സഹസ്രനാമജപം ഡെയിലി സഹസ്രനാമജപം ചെയ്യുന്നു. അതിനിടയ്ക്ക് ഓരോ ദിവസം ഓരോ ദേവന്മാർക്ക് വേണ്ടിയുള്ള സഹസ്രനാമം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗുരുജി നമ്മളോട് പറഞ്ഞ ഒരു കഥ, നാരായണത്വത്തിന്റെ കഥയാണ് ആദ്യം പറഞ്ഞത്. ഒരു വീട്ടിലേക്ക് നാരായണത്വഭദ്രൻ അല്പം ജലം അന്വേഷിച്ചു ചെന്നു. അപ്പോൾ അവിടുത്തെ അന്തർജനം പുറത്തു വന്ന് വെള്ളം കുടിക്കില്ല. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് അവിടെ അവർ പറഞ്ഞു, ഇപ്പൊ ലളിതാ സഹസ്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു.
കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ചോദിച്ചു, വെള്ളം കിട്ടിയില്ല. അപ്പൊ അദ്ദേഹം ഇപ്പൊ വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സമയത്തും ഓരോ സഹസ്രനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞോടൊപ്പം ഈ സമയത്ത് ആ മുറ്റത്ത് ഓരോ കുഴികൾ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരുന്നു നാരായണത്തപുത്രൻ. അപ്പോള് നാരായണത്തപുത്രൻ അല്പനേരം കൂടെ വെയിറ്റ് ചെയ്ത് നിന്നു. അവസാനം ഈ അന്തർജനത്തിന്റെ ഭർത്താവ് ഇറങ്ങി വന്നു. അതപ്പം മുറ്റം നിറയെ കുഴികള്. അപ്പോൾ അത് നാരായണത്തപുത്രൻ, നീ ഒരു കുഴി കുഴിക്കുക, നീ എന്ത് മണ്ടനാണ്, ഒരു കുഴി കുഴിക്കുമായിരുന്നെങ്കിൽ നിനക്കിപ്പം അതിനകത്തുനിന്ന് വെള്ളം കോരി കുടിച്ച് നിനക്ക് ദാഹം അകറ്റാമായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ നാരായണത്തപുത്രൻ പറഞ്ഞത്, അതേ എനിക്കും പറയാനുള്ളൂ, നിങ്ങൾ ഒരു കുഴി കുഴിച്ച് മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ നിങ്ങളുടെ ദാഹം എന്നേ ശമിച്ചേനയുമായിരുന്നു. അപ്പൊ ഇതിൽ നിന്നും ഈ ഒരു കഥ ആണ് കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ എന്താണ്, എന്റെ പല സഹസ്രനാമത്തിൽ നിന്നും ഏതെങ്കിലും ഒരു സഹസ്രനാമം ഇഷ്ടപ്പെട്ട ആ ഉപാസനാമൂർത്തിയുടെ സഹസ്രനാമം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം ആ പരിണാമം എന്നിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ഇതൊരു ബോധപ്രാപ്തൻ അതിനെ ലഘൂകരിച്ചുകൊണ്ട്, ആ പ്രശ്നത്തെ ലഘൂകരിച്ച് സംസാരിച്ചത് കൊണ്ട് മാത്രമാണ്. ഇതുപോലെയാണ് നമ്മളെ മനസ്സ് എപ്പോഴും എന്ത് ചെയ്യും, ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധനയിലൂടെ നമ്മള് അതിനെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ആ മനസ്സിനെ നിരാകരിക്കാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, സാധന ചെയ്തു തുടങ്ങുമ്പോൾ മനസ്സ് ഭയങ്കര ഉത്സാഹത്തോടുകൂടി നമുക്ക് എന്താ പറയാ, അനുഗ്രഹ ആശിസ്സുകളോടുകൂടിയാണ് മനസ്സ് അത് ചെയ്യിപ്പിക്കുന്നത്. ക്രമേണ മനസ്സ് തന്നെ അതിനെ എന്ത് ചെയ്യും, തള്ളിക്കളയാനുള്ള ശ്രമം ആരംഭിക്കും. ഇന്ന് സാധന ചെയ്യണമോ, ഇന്ന് ക്ഷീണമല്ലേ, 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ, കൃത്യസമയത്ത് ചെയ്യണമെന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകളിൽ രൂഢമൂലമായിട്ട് ഒരു സാധകനിലേക്ക് കടത്തി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രതിസന്ധികളെ എല്ലാം മുന്നോട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ആ വ്യക്തിക്ക് യാഥാർത്ഥ്യബോധം അറിഞ്ഞിരിക്കണം ആ ഒരു ഘട്ടത്തിലെങ്കിലും. കാരണം ഞാൻ ചെയ്യുന്ന ആ 1/2 മണിക്കൂർ സാധന 23.5 മണിക്കൂറും അതിന്റെ ആ ഒരു പ്രചോദനം അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് ലഭിക്കുന്നുണ്ടെന്ന് അവന് തന്നെ ബോധ്യപ്പെടണം. അപ്പൊ യാഥാർത്ഥ്യബോധത്തിൽ നിൽക്കാതെ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അങ്ങനെ വരുന്ന ആ യാഥാർത്ഥ്യബോധത്തിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഉണ്ടാകുന്ന എന്താണ്, ശക്തമായ ചിന്തകള് ധാരണകളെ സൃഷ്ടിക്കുന്നു, ധാരണകള് ആശയത്തെ സൃഷ്ടിക്കുന്നു, ആ ആശയങ്ങള് അവനില് രൂഢമൂലമായി അവൻ അതിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നും ഒരു മാറ്റമാണ് സാധനയിലൂടെ ചെയ്ത് അവൻ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ ഇത് ഒരിക്കലും മനസ്സ് സൂക്ഷ്മാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം സ്ഥൂലഭാവത്തിൽ തന്നെ നിലനിന്നാലേ വാസനകളും വൈകാരിക ഭാവങ്ങളിലൂടെയൊക്കെ ശരീരത്തിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് അതിന്റെ ആ ഒരു മനസ്സിന്റെ ലക്ഷ്യബോധത്തിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ സൂക്ഷ്മാവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മളെ എപ്പോഴും ആ മനസ്സ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം അവിടെയാണ് ആ വിവേകബുദ്ധി ഉണർത്തേണ്ടതും ധ്യാനാത്മകമായ മനസ്സിനെ വളർത്തേണ്ടതും നിരീക്ഷകനെ ശ്രദ്ധിക്കേണ്ടതും. അപ്പൊ ഇത് നമുക്ക് കുറിച്ച് വളരെ ഗഹനമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സാധന ചെയ്ത് മുന്നോട്ട് പോകുന്നു, മാറ്റം സംഭവിക്കുന്നു, പരിണാമങ്ങൾക്ക് വിധേയമാകുന്നു, ശൈശവാവസ്ഥയിൽ നിന്നും ഫലാവസ്ഥയിലേക്ക് പലരും എത്തിപ്പെടുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പോഴും അതിന് നമ്മുടെ ആ സാധനയെ പിന്നോട്ട് നയിക്കുന്ന പല ഘടകങ്ങളും പിന്നെയും ഉണ്ട്. ആഗ്രഹങ്ങൾ, ഒരാഗ്രഹം ഗുരുജി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. കാരണം ജോലി കിട്ടുന്നവരെ അവൻ ലീവിലായിരുന്നു, ഫുൾ ലീവിലായിരുന്നു. എന്നാൽ ജോലി കിട്ടിക്കഴിയുമ്പം വിശ്രമിക്കണമെന്ന് ആഗ്രഹം തോന്നും. അപ്പൊ ഗുരുജിയുടെ ആദ്യത്തെ ഒരു കൈയെഴുത്തു പ്രതി, സ്വന്തം കയ്യിൽ എഴുതിയ ഒരു 5 പുഷ്പങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ടായിരുന്നു. അത് നമ്മൾ വായിക്കാൻ ഇടയായിട്ടുണ്ട്. നമ്മളത് കോപ്പി എടുത്ത് സൂക്ഷിച്ചു. പക്ഷെ അത്
ആരോ വായിക്കാൻ വേണ്ടി കൊണ്ടുപോയി, പിന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല. അതിനകത്ത് 5 പുഷ്പങ്ങൾ എന്ന് പറയുന്നത് 5 കഥകളാണ്. മനസ്സിന്റെ പല ഏടുകളെ പറ്റി പറയുന്നു. അപ്പൊ അതിനകത്ത് ആദ്യമേ തന്നെ പറയുന്നുണ്ട്, ഒരു കുട്ടി ചെറുപ്പത്തില് കളിപ്പാട്ടങ്ങള് ആയിട്ട് കിടന്ന് കളിക്കുന്നു. പിന്നെ ചലിക്കുന്ന കളിപ്പാട്ടങ്ങളിലേക്ക് ശ്രദ്ധ വരുന്നു. അതിനുശേഷം അവൻ എന്ത് ചെയ്യണം, ഇപ്പം ഒരു പട്ടിക്കുട്ടിയാണെങ്കിൽ ജീവനുള്ള പട്ടിക്കുട്ടിയെ ആഗ്രഹിക്കുന്നു. അതിനുശേഷം അവൻ സൈക്കിള്, മോട്ടോർ ബൈക്ക്, ഇങ്ങനെ പറയുന്ന ആഗ്രഹങ്ങൾ. അപ്പൊ ഈ പിന്നിട്ട് പോകുന്ന സമയത്ത് അവൻ തള്ളിക്കളഞ്ഞ ഒന്നിനെയും എന്ത് ചെയ്യുന്നില്ല, തിരിഞ്ഞു നോക്കപ്പെടുന്നില്ല. അപ്പോൾ മനസ്സിന്റെ ആ ശുഷ്കമായ ആ അവസ്ഥയാണത്. കാരണം അവൻ പണ്ട് ആശ്രയിച്ചിരുന്ന ഒരു വസ്തുവിനെ എന്ത് ചെയ്യുന്നില്ല, മനസ്സ് വീണ്ടും ആശ്രയിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം നൂതനമായ പല ഓരോന്നിനെയും അവൻ തേടിക്കൊണ്ടിരിക്കുന്നു. ആ ലക്ഷ്യപ്രാപ്തിക്ക് ശ്രമിക്കുന്ന സാധകനും ഇതാണ് മനസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പാസ്റ്റും ഫ്യൂച്ചറും ഇട്ട് കളിച്ചുകൊണ്ട് അവനെ പ്രസന്റിൽ നിൽക്കാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ എങ്ങനെ സമാധാനമായി സാധന ചെയ്യാൻ സാധിക്കും? അതാണ് ചിന്തിക്കേണ്ട ഒരു ഘടകം. ഇങ്ങനെ പോകുന്ന ആ ഒരു ബോധപ്രാപ്തന്റെ കൂടെ നടക്കുന്ന നിമിഷങ്ങള് വളരെ ആനന്ദകരമാണ്. നമ്മളെല്ലാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ അനുഭവപ്പെടുന്നു? കാരണം ആ ബോധപ്രാപ്തന്റെ വലയത്തിനുള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ പൂർണ്ണമായിട്ടും ആ സത്തയുടെ ആ അനുഭവത്തിൽ ആണ് നിൽക്കുന്നത്. കാരണം മനസ്സിനൊരിക്കലും സത്തയെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനസ്സ് സത്തയ്ക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം സത്ത എന്നൊന്നില്ല, മനസ്സ് മാത്രമേ ഉള്ളൂ. ശരീരത്തിൽ മനസ്സ് മാത്രമാണ് പ്രബലമായി നിൽക്കുന്നത്. അഹത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന മനസ്സാണ് എന്നുള്ള ആ ധാരണ നിലനിർത്തിക്കൊണ്ടാണ്. അപ്പോൾ മനസ്സ് കിടന്ന് കളിക്കുമ്പോൾ സത്തയെ പറ്റി നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. ആ സത്തയിലാണ് നമ്മൾ നിലകൊള്ളുന്നതെങ്കിൽ പോലും അതിനെ മറയ്ക്കുന്ന ഒരവസ്ഥ സംജാതമായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പോകുന്ന ആ അവസരത്തിൽ നമ്മൾ ആ സൂക്ഷ്മഭാവത്തിൽ നമ്മൾ സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ നിരീക്ഷണം ഉണർന്നു വരുന്ന സമയത്ത് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ ബോധപ്രാപ്തൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ലക്ഷ്യബോധത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ആ ബോധപ്രാപ്തന്റെ ലക്ഷ്യം നമ്മളിലേക്ക് എത്തുകയുള്ളൂ. എന്ത് ഗോളിനെയാണ് ആ ബോധപ്രാപ്തൻ നമ്മളെ ലക്ഷ്യമിടുന്നതെങ്കിൽ അതിനെ സാധൂകരിക്കാൻ തക്കവണ്ണം നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. അപ്പം അവിടെ നിത്യസാധനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് എങ്ങനെയായാലും അത് നമ്മൾ ആ നിത്യസാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകണം. കാരണം നമ്മളിലെ മാറ്റം നമ്മൾ തന്നെ സ്ഥിരീകരിക്കപ്പെടണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സാധകന്റെ കാൽവെൽപ്പ്. കാരണം തന്നിൽ വരുന്ന മാറ്റങ്ങളെ അവൻ സ്വയം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കാണ് തിരിച്ചറിയാൻ സാധിക്കുക? അപ്പോൾ സ്വയം മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അതിലൂടെ ജീവിക്കാൻ തയ്യാറാവുന്നതിന് മാത്രമേ സാധകനാകാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ആ സാധനാ തലത്തിൽ നിന്നുകൊണ്ട് സാധന അനുഷ്ഠിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം. വൃത്തത്തിലെ ശൂന്യതയില് തുടക്കത്തിൽ തന്നെ കുറിച്ച് പറയുന്നു, ലക്ഷ്യബോധം എന്നൊരു കാര്യം സ്പിരിച്വാലിറ്റിയിൽ ഇൻക്യുബേഷൻ പീരീഡിൽ എത്തുന്ന ഒരു സാധകനിൽ വരുന്ന ചിന്തയാണ് ലക്ഷ്യബോധം. അത് ഒരു ചിന്ത മാത്രമാണ്. കാരണം സ്പിരിച്വാലിറ്റി ലക്ഷ്യബോധം എന്നൊരു തോട്ട് വരുന്നത് പോലും അത് ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സാണ്. മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകളാണ്. സ്പിരിച്വാലിറ്റിയിൽ എനിക്ക് പുരോഗതി ഉണ്ടാകുമോ, എനിക്ക് ഇതുണ്ടാകണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആന്തരികതയിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സാണ്. മനസ്സ് വളരെ ഭംഗിയായിട്ട് സ്പിരിച്വാലിറ്റിയെ പോലും അതിൻ്റെ ഒരു നാടകമുണ്ട്. ആ നാടകത്തിനനുസരിച്ച് വിദഗ്ധമായിട്ട് കൊണ്ടുപോവാന് സാധകനില്, തുടക്കക്കാരനായ സാധകനില് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ സാധകൻ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും മനസ്സിന്റെ പാട്ടുകളാണ്. ഓരോ വൃത്തത്തിലെ ശൂന്യതയിലും ഓരോ സാധകൻ, ഒരു തുടക്കക്കാരൻ
അതിന് മുകളിലെത്തിയ പരമമായ അറിവിലേക്ക് സഞ്ചരിക്കുന്ന സാധകര് എല്ലാവരെയും കോർത്തിണക്കുന്ന ഓരോ വൃത്തത്തിലെ ശൂന്യതയിലും അത് ഓരോ തലത്തിലായിരിക്കും ഓരോ സാധകർക്ക് ഉൾക്കൊള്ളുന്ന വിധത്തിലാണ് ആ എഴുത്ത് പരിണമിക്കപ്പെടുകയാണ്. ഓരോ നിമിഷവും നമ്മൾ സത്യസന്ധമായിട്ട് വൃത്തത്തിലെ ശൂന്യതയിലൂടെ കടന്നു പോകുകയാണെങ്കിൽ ആന്തരികതയിൽ പരിണമിക്കപ്പെടല് സംഭവിക്കുകയാണ്. ആ പരിണമിക്കപ്പെടല് അത് നമ്മൾ പോലും അറിയാതെ ഒരു പരിണമിക്കപ്പെടല് നമ്മൾ നടക്കുന്നുണ്ട്. പലപ്പോഴും മനസ്സിന്റെ തലത്തിൽ നിന്ന് നമ്മൾ അത്തരം കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോഴാണ് നമ്മൾ ലക്ഷ്യബോധം ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മനസ്സ് താഴ്ത്തിക്കൊണ്ടു പോകുന്നത്. ഏതൊരു സാധകനിലും ആ നിരീക്ഷകൻ എന്ന് പറയുന്ന ആ പരമമായ സത്യത്തിലേക്കുള്ള വാതില് ആ നിരീക്ഷകൻ ഉണർന്ന് ആ സത്തയിലേക്ക് ഉള്ള വഴി തുറക്കുമ്പോൾ മാത്രമാണ് അവന്റെ സ്പിരിച്വൽ ജേർണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ആരംഭിക്കുന്നത്. ആ നിരീക്ഷകൻ അല്ലെങ്കിൽ നിരീക്ഷകൻ സത്ത അതിനെക്കുറിച്ച് മാത്രമാണ് ഗുരുജിയുടെ ഓരോ എഴുത്തുകളും. എല്ലാ സാധകർക്കും അത്തരത്തില് ആ മനസ്സിന്റെ എല്ലാ നാടകങ്ങൾക്കും അപ്പുറത്ത് സഞ്ചരിച്ച് ആ നിരീക്ഷകനെ ഉണർത്താനുള്ള ആ പരമകാരുണ്യം ഗുരുവിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം.